തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ നിർണായകമായ യോഗം നാളെ ഡൽഹിയിൽ ചേരും. കേരളത്തിൽ ബിജെപിയുമായി ഡീലുണ്ടെന്നുള്ള കോൺഗ്രസ് ആരോപണത്തിൽ കടുത്ത അതിർത്തിയിലാണ് CPM ഉള്ളത്. രാജ്യസഭാ സീറ്റിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും അതിർത്തിയുണ്ട്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് വഞ്ചനയിൽ മുറിവേറ്റി നിൽക്കുന്ന DMKയും യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിക്കുന്നത്. ഇന്ത്യ സഖ്യം യോഗം ചേരുമ്പോൾ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമുയരും. കോൺഗ്രസിന്റെ സമീപനത്തിൽ സഖ്യകക്ഷികൾക്ക് കടുത്ത അതൃപ്തി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് യോഗം. CPM ജനറൽ സെക്രട്ടറി MA ബേബി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ച CPM-BJP ഡീൽ ആരോപണത്തിൽ വിശദീകരണം തേടി മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കും കത്തിന്റെ പകർപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, CPM-PB അംഗം പിണറായി വിജയനെതിരെ മാസപ്പടി കേസിലെ ED അന്വേഷണത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനത്തിലും CPM-ന് കടുത്ത എതിർപ്പുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ്. ജാർഖണ്ഡിൽ സഖ്യകക്ഷിയായിരുന്നിട്ട് പോലും കൂടിയാലോചനയില്ലാതെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ അതൃപ്തിക്ക് കാരണം. സഖ്യത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള DMK നിലപാടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു. TVKയ്ക്കൊപ്പം ചേർന്ന് കോൺഗ്രസ് ചതിച്ചുവെന്നാണ് DMK നിലപാട്. അതേസമയം 23 പാർട്ടികൾ ഇന്ത്യ സഖ്യ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ജനം, ഡൽഹി. ദേശീയ രാഷ്ട്രീയത്തിൽ എന്തായാലും കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും TS ആദർശ് ചേർന്നുണ്ട്. ആദർശ്, എന്തായാലും നിർണായകമായ യോഗം ഇനി ചേരാനിരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ത് തരത്തിലാകും എന്നുള്ളൊരു കാര്യം ബാക്കിയാവുകയാണ്. അതിലേറെ ശ്രദ്ധേയം, സാമുദായിക സംഘടനകൾ പോലും ഇന്ത്യ മുന്നണിയെ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള യോഗത്തിൽ ആരൊക്കെ കൂടെ നിൽക്കും എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കരുത്തുറ്റ പാർട്ടിയായിരുന്നു DMK. അവർ എന്തായാലും ഈ യോഗത്തിനെത്തില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അത് തന്നെ ഈ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ തകർച്ചയ്ക്കുള്ള തുടക്കമായി വേണം കാണാൻ. കാരണം DMKയെ പോലെ ഈ മുന്നണി കെട്ടിപ്പടുക്കുന്നതിന് ഏറെ പ്രയത്നിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി അവർ എന്തായാലും ഈ യോഗത്തിനെത്തില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അവർ കോൺഗ്രസ് നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സമീപനവും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം പശ്ചിമ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയുമായിരിക്കും തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചിരുന്ന മമതാ ബാനർജി ആകട്ടെ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുള്ളത്. അതെന്തായാലും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ എത്തുന്നതാണ്. അതിനപ്പുറം ഈ യോഗത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിലപാടുകളൊന്നും എടുക്കുന്നതിനോ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനോ ഒന്നും മമതാ ബാനർജിക്ക് കഴിയുകയുമില്ല. എന്നാൽ DMK വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം അത് ഏറെ ഗൗരവമുള്ളത് തന്നെയാണ്. അത് തമിഴ്നാട്ടിൽ മാത്രമല്ല, കാരണം മറ്റ് പല പാർട്ടികളുമായുള്ള ചർച്ചകൾക്ക് പലപ്പോഴും DMK നേതാവ് സ്റ്റാലിനാണ് പങ്കെടുത്തിരുന്നത്. ഇതൊക്കെ ഇന്ത്യ സഖ്യത്തെ കാര്യമായി ബാധിക്കുക തന്നെ ചെയ്യും. ഒപ്പം തന്നെയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച അടക്കമുള്ള മറ്റു പാർട്ടികളുടെ അതൃപ്തിയും. ഇടത് പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് CPM-ന് കോൺഗ്രസുമായിട്ട് വളരെ വലിയ ഒരു അതൃപ്തിയുണ്ട്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് മാസപ്പട കേസിലെ ED അന്വേഷണത്തിലടക്കം കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടാണ്. പലപ്പോഴും ED അന്വേഷണം എന്തായി എന്നുള്ള ചോദ്യം അത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇടത് പാർട്ടികളെയും CPM-നെ പ്രത്യേകിച്ച് ഈ ഇന്ത്യ സഖ്യത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനോട് ഒരു വിരോധം തോന്നുന്നതിന് കാരണം. നിലവിൽ എന്തായാലും CPM അറിയിച്ചിരിക്കുന്നത് CPM-ന്റെ പ്രതിനിധിയായി ജോൺ ബ്രിട്ടാസ് ആയിരിക്കും യോഗത്തിനെത്തുക എന്നാണ്. CPM ജനറൽ സെക്രട്ടറി MA ബേബി ആകട്ടെ ഈ CPM-BJP-യുമായിട്ടുള്ള ഡീൽ എന്ന കോൺഗ്രസ് നേതാക്കളുടെ ആരോപണത്തിൽ വിശദീകരണം തേടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ തന്നെ വലിയ ഒരു ഒരു യോജിപ്പില്ലായ്മ അത് പ്രകടമാണ്. അതിനും അപ്പുറം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്ന പാർട്ടികളാണ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സഖ്യത്തിൻ്റെ നേതാക്കൾക്ക് ഒന്നിച്ചൊരു വാർത്താ സമ്മേളനം നടത്തുന്നതിനോ അതുമല്ലെങ്കിൽ ഒരു പൊതു പരിപാടി സംഘടിപ്പിക്കുന്നതിനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് എന്തായാലും അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നാളെ ചേരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം. ഈ യോഗത്തിലേക്ക് 23 പാർട്ടികളുടെ പ്രതിനിധികൾ എത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ പല പ്രമുഖ പാർട്ടികളും ആൾ സ്വാധീനം ഒക്കെയുള്ള പല പാർട്ടികളും ഇന്ത്യ സഖ്യം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന 23 പാർട്ടികൾ അത് ഏതൊക്കെയാണെന്ന് അറിയുവാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ഇതിൽ സ്വാധീനമുള്ള പാർട്ടികൾ എത്ര, നേതാക്കളുള്ള പാർട്ടികൾ എത്ര, നേതാക്കൾ മാത്രമുള്ള പാർട്ടികൾ എത്ര എന്നൊക്കെ ഒരു കൗതുകത്തോടെ പലരും നോക്കിയിരിക്കുകയാണ്. വിഷ്ണു, ശരി, ആദർശാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.